പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 7-ാം തീയതി ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറയാം. ആമേൻ. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് പറയാം, കഴിഞ്ഞ പകൽക്കാലം എന്നെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന നമ്മുടെ കർത്താവ്, ആ ഒരു തിരിച്ചറിവുള്ളവർ കരങ്ങളെ ഉയർത്തിയിട്ട് പറയാം, യെസ്, അങ്ങാ എനിക്ക് നല്ല ഉറക്കം തന്നു. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ പിതാവേ, സ്തോത്രം. അതുപോലെ ഈ പകൽക്കാലവും അത്ഭുതകരമായി ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയത് നമ്മുടെ കർത്താവ്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്നവൻ നമ്മുടെ കർത്താവ് ആകയാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ആ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം ഇരിപ്പാൻ, പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 138 സങ്കീർത്തനങ്ങൾ അതിൻ്റെ ആരംഭത്തിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ അങ്ങയെ കീർത്തിക്കും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. അങ്ങയുടെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. അങ്ങയുടെ നാമത്തിന് മീതെയൊക്കെയും അങ്ങയുടെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അങ്ങ് എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അങ്ങ് കൈനീട്ടും. അങ്ങയുടെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ തന്ന നല്ല സങ്കീർത്തനം, അതിലൂടെ ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ആരും മൗനമായിരിക്കരുത്. ദയവേത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുമിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആമേൻ. നിങ്ങളുടെ വിഷയം ഒരുപക്ഷെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ മുന്നമേ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സന്തോഷത്തോടെ ഏക ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം. അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന ഈ ജനത്തെ, അങ്ങയുടെ മക്കളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ എവിടെ നിന്ന് കേട്ടാലും ഏത് സമയത്ത് കേട്ടാലും കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഇവരുടെ ചെവികളിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെടണമേ. ഓ താങ്ക് യു ജീസസ്. ഇവരുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. തീയിങ്കൽ മഞ്ഞുരുകുന്നത് പോലെ, അവൻ തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മഞ്ഞുരുകി പോകുന്നത് പോലെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ ഉരുകി മാറുന്നതിനായി സ്തോത്രം. ദൈവിക അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി സംഭവിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നതിനായി സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരുന്ന വിഷയത്തിൽ കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യണം. ആര് കല്ലുരുട്ടി നീക്കും എന്ന് ഭാരപ്പെട്ട് ആ സഹോദരിമാർ യേശുവിൻ്റെ കല്ലറയ്ക്കിലേക്ക് ഓടിച്ചെന്നപ്പോൾ അവർ ചെല്ലുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ ആശ്ചര്യപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ദൈവിക ഇടപെടൽ ഈ ഇവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ഏത് രോഗമായാലും അങ്ങയുടെ വചനം പറഞ്ഞു, അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാണ്. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ബന്ധനം അഴിയട്ടെ. രോഗത്തിൻ്റെ ആത്മാവിനോട് കൽപ്പിക്കുന്നു, വിട്ടു മാറട്ടെ.
പൂർണ്ണ സ്വാതന്ത്ര്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ബ്രെയിനിനകത്ത് പ്രോബ്ലം വന്നിട്ട് ആമേൻ ബുദ്ധിമുട്ടുന്നവർ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തലയ്ക്കകത്തുള്ള ബുദ്ധിമുട്ട് എന്തു തന്നെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ കരം വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ജോലിയിൽ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിയുന്നവരെ വിടുവിക്കണം. അതുപോലെ കർത്താവെ പ്രത്യേകിച്ച് കൊറോണയാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കണം. ദൈവിക അത്ഭുതങ്ങൾ അവർക്ക് കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ ജീവിതത്തിലെ ഏത് വിഷയമായിക്കോട്ടെ ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യണം. വീട് പണി പകുതി വഴിക്കായിട്ട് മുടങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനുവേണ്ട സ്രോതസ്സുകളെ കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. തക്ക സമയത്ത് ദൈവിക ഇടപെടൽ അവരുടെ വിഷയത്തിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. അങ്ങ് വിടുവിപ്പാൻ ശക്തനാണല്ലോ. അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. ദൈവിക ഇടപെടൽ നടക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് 118 സങ്കീർത്തനങ്ങൾ. അതിൻ്റെ 22ഉം 23ഉം ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ വചനം കേൾക്കുവാൻ. ഇതൊരു പ്രോഫറ്റിക്കൽ വേർഡായിട്ട് നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും അത്ഭുതകരമാവണ്ണം സംഭവിക്കും. ഒന്ന് പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 2ാമത്തെ വാക്യം 23ാമത്തെ വാക്യം പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സ്തോത്രം. 2 കാര്യങ്ങൾ. ഒന്ന്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും തള്ളപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ മൂലക്കല്ലുകളായി മാറാൻ പോവുക. വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അതായത് നമ്മളെ ആര് എവിടെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഓർത്തോണം, അവൻ നമ്മളെ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവമാണ്. നോക്കിക്കേ, ജോസഫിന്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. ജോസഫിന്റെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. ജോസഫിന്റെ സഹോദരന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞു. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ജോസഫിനെ തള്ളി അവനെ കാരാഗ്രഹത്തിലാക്കി. പക്ഷെ കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് ആ രാജ്യത്തിലെ തന്നെ മൂലക്കല്ലായി മാറുവാൻ, അവന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, അവനെ തള്ളിക്കളഞ്ഞ പോത്തിഫറിന്റെ ഭവനക്കാരുടെ മാത്രമല്ല, ആ രാജ്യത്തിന്റെ തന്നെ മൂലക്കല്ലായി മാറുവാൻ കർത്താവ് ഇടവരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? നിങ്ങൾ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലയോ? യേശു ക്രിസ്തു നിങ്ങളുടെ അകത്തില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തില്ലയോ? നിശ്ചയമായിട്ടും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നിങ്ങളെ കർത്താവ് മൂലക്കല്ലാക്കും. വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ തള്ളപ്പെട്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തള്ളപ്പെട്ടോ? നിങ്ങളുടെ കൂട്ടുകാരുടെ നടുവിൽ നിങ്ങൾ തള്ളപ്പെട്ടോ? നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ തള്ളപ്പെട്ടോ? നോ പ്രോബ്ലം. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ തള്ളപ്പെട്ടു പോയെങ്കിൽ അവൻ നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റുവാൻ മതിയായ ദൈവമാണ്. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ജോസഫ് തള്ളപ്പെട്ടു. ജോസഫിനെ അവന്റെ സഹോദരങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. എവിടൊക്കെ ചെന്നു അവിടുന്ന് എല്ലാം തള്ളപ്പെട്ടുവെങ്കിലും ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം ജോസഫിനെ നടത്തിയത് കൊണ്ട്, ജോസഫിന് ദൈവ ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് എന്തുപറ്റി? ദൈവം ജോസഫിനെ എന്താക്കി മാറ്റി? മൂലക്കല്ലുകളാക്കി മാറ്റി. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികൾ, ചിലർ തള്ളപ്പെട്ടിരിക്കുന്ന ചിലർ മൂലക്കല്ലുകളായി മാറുന്നത് ഞാൻ യേശുവിന് സ്തോത്രം പറയുക. ആ മൂലക്കല്ലുകളാക്കി മാറ്റുന്ന കർത്താവിന് സ്തോത്രം പറയുക. യേശു നിങ്ങളുടെ കൂടെയുണ്ടോ? യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ തള്ളപ്പെട്ടിടത്ത് കർത്താവ് നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റും. ഇനി 23ാം ഭാഗം പറയുക, ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് നമ്മുടെ കൈകൾ കൊണ്ട് സംഭവിച്ചതല്ല, നമ്മുടെ പ്രവൃത്തിയല്ല, ഇത് ദൈവം ചെയ്ത ചില പ്രവൃത്തിയാണ്. ജോസഫിനോട് നമ്മൾ ഇന്ന് ചോദിക്കുക, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ജോസഫ് പറയും, എനിക്കൊന്നും പറയാനില്ല, ഇതെൻ്റെ കണ്ണുകൾക്ക് പോലും ആശ്ചര്യമായി. എന്നെ കണ്ടവർക്ക് പോലും ആശ്ചര്യമായി, എൻ്റെ അപ്പന് പോലും ആശ്ചര്യമായി, എൻ്റെ സഹോദരങ്ങൾക്ക് പോലും ആശ്ചര്യമായി. അപ്പം എങ്ങനെ സംഭവിച്ചു? ഇത് ദൈവത്താൽ സംഭവിച്ചു. ഇത് ദൈവത്താൽ സംഭവിച്ചു. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രയത്നം കൊണ്ടാണ്. നോ, അല്ല. നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും തള്ളപ്പെട്ടവർ എന്ന് നമുക്ക് തോന്നിയാലും നമ്മളെ തക്ക സമയത്ത് കർത്താവ് എന്ത് ചെയ്യും? മൂലക്കല്ലാക്കി മാറ്റും. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ശത്രുവിൻ്റെ മധ്യേ മേശ
ഒരുക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, നമ്മുടെ പ്രിയപ്പെട്ടവർ ചിന്തിക്കും ഇതെങ്ങനെ സംഭവിക്കും, ഇത് ദൈവത്താൽ സംഭവിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും, കർത്താവിനാൽ സംഭവിച്ചതായതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ആശ്ചര്യമായി തോന്നും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സാധാരണ കാര്യങ്ങളല്ല, മറ്റുള്ളവർക്ക് ആശ്ചര്യം വരുന്ന കാര്യങ്ങളാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ആശ്ചര്യം വരുന്ന കാര്യങ്ങളാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ജോസഫിൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളും അപ്പനും പ്രിയപ്പെട്ടവരും നാട്ടുകാരും ബന്ധുക്കാർക്കും എല്ലാം ആശ്ചര്യം, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു ഈ ജോസഫിന് എന്ന് ചോദിക്കാൻ തുടങ്ങി. കാരണം എന്നാ, ഇത് ദൈവത്താൽ സംഭവിച്ചു. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഇത് കർത്താവിനാൽ സംഭവിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ വിഷയങ്ങളിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ ഈ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആരെനിക്ക് കല്ലുരുട്ടി നീക്കും, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കുമെന്ന് ഭാരപ്പെട്ട് ആ സഹോദരിമാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ലുരുണ്ട് മാറിയിരിക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പോലും ആശ്ചര്യമാകും, മാത്രമല്ല മറ്റുള്ളവർക്കും ആശ്ചര്യമായി മാറും. അതുകൊണ്ട് എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ. മറ്റുള്ളവർക്കും ആശ്ചര്യം, നമ്മുടെ കണ്ണുകൾക്കും ആശ്ചര്യം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മറ്റുള്ളവർക്കും ആശ്ചര്യം വരട്ടെ, നിങ്ങളുടെ കണ്ണുകൾക്കും ആശ്ചര്യം വരട്ടെ. വെള്ളം വീഞ്ഞായപ്പോൾ ആ വീട്ടുകാരൻ ആശ്ചര്യമായി തീർന്നു. വീട്ടുകാരൻ ചിന്തിച്ചു, അയ്യോ ഞാൻ പേടിച്ച വീഞ്ഞെന്തുവാ, ഇതെന്തുവാ, ഇത് നിമിഷ നേരം കൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ചെയ്ത മിറക്കിൾ കണ്ടിട്ട് അവർക്ക് ആശ്ചര്യമായി പോയി. 5 അപ്പം 5000 വിഭാഗിച്ചു കൊടുത്തപ്പോൾ കണ്ടു നിന്നവരും നോക്കി നിന്നവരും ആശ്ചര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കേ, നിങ്ങളുടെ ജീവിതവും ആശ്ചര്യമായി മാറുക. നിങ്ങളുടെ കണ്ണുകൾക്ക് മാത്രമല്ല, നിങ്ങളെ നോക്കുന്നവർ പോലും പറയും, അയ്യോ എന്തൊരാശ്ചര്യം, ഇവൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു, ഇവൻ എങ്ങനെ തകർന്നു കിടന്നവനാ, ഇവൻ ചതഞ്ഞു കിടന്നവനാ, ഇവൻ ഈ കുപ്പയിൽ കിടന്ന ഇവൻ എങ്ങനെ ഇവൻ്റെ ലൈഫ് മാറി മറിഞ്ഞു എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ മറ്റുള്ളവർക്കും നമുക്കും ആശ്ചര്യമായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അങ്ങനെ ചില അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? 1, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. 2, മറ്റുള്ളവർക്ക് ഇത് ആശ്ചര്യമായി തീരും. നിങ്ങൾക്കും ആശ്ചര്യമാകും, മറ്റുള്ളവർക്കും ആശ്ചര്യമാകും. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പിതാവേ, ഈ 2 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുക. അങ്ങനെ മക്കൾ അവർ തള്ളിക്കളഞ്ഞവരാണെങ്കിൽ ഇന്ന് അവരെ മൂലക്കല്ലുകളാക്കി മാറ്റണം കർത്താവേ. ഇത് അവരുടെ കണ്ണുകൾക്കും കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾക്കും ആശ്ചര്യമായി തീരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. മറ്റുള്ളവരുടെ കണ്ണുകൾക്കും നിങ്ങളുടെ കണ്ണുകൾക്കും ഇത് ആശ്ചര്യമായി തീരും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, God bless you. We are shining by the power of Holy Spirit.